ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വസന്തരാമ പാചകം ചെയ്ത് വെച്ചിട്ട് പോയ ഓട്സ് കൃത്യമായി അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി ഐശ്വര്യ അവിടേക്ക് എത്തുകയും ആ ഓട്സിലേക്ക് തന്റെ കയ്യിൽ തന്നുവിട്ട ആ സ്വാമി തന്നുവിട്ട ശ്യാമയുടെ ഗർഭം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആ പൊടി അതിൽ കലർത്തുന്നു. അതിനുശേഷം ഐശ്വര്യ അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അമൃതയെടുത്തി എത്തുന്നത്. ഐശ്വര്യ, നീ എന്തായി ചെയ്യുന്നത്? ഇത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണല്ലോ എന്ന് അമൃത ചോദിച്ചതും ഉടനെ ഐശ്വര്യ പറഞ്ഞു, അല്ല, ഞാൻ വെറുതെ ഒന്ന് ഇളക്കുകയായിരുന്നു അമൃതയെടുത്തി എന്ന് പറഞ്ഞതും, അല്ല, അതൊക്കെ അമ്മ ശരിയാക്കി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞതും, അത് വെന്തോന്ന് ഞാൻ നോക്കുമായിരുന്നോ, കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ഇടുകയായിരുന്നു എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോ അമൃതയ്ക്കാകെ സംശയമായി. അമൃത പറഞ്ഞു, അതൊക്കെ അമ്മ ചെയ്തിട്ട് പോയതാ, ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും ഇടണ്ട എന്ന് പറഞ്ഞപ്പം, അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ബില്ല് അയക്കാനുണ്ട്, ഞാൻ എന്നാ പോട്ടെ എടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഐശ്വര്യ താൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചതിന്റെ സന്തോഷത്തിൽ അവിടുന്ന് പോകുന്നു. ആ ഓട്സിൽ മരുന്ന് കലർത്തിയ സന്തോഷത്തിൽ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ അമൃതടുത്തേക്കാകെ സംശയമായി. ഇതിനകത്ത് എന്തെങ്കിലും മായം ഐശ്വര്യ കലർത്തിയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയോടെ അമൃതടുത്തി അങ്ങനെ നിന്നു. ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ചു കാണുമോ എന്നതായിരുന്നു അമൃതടുത്തിയുടെ മനസ്സിനെ അലട്ടിയത്. അതിനെക്കുറിച്ച് ആലോചിച്ച് അമൃതടുത്തി അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് വസന്തരാമ എത്തി. ആഹാ, അയ്യോ, ചൂടാറിപ്പോയോ മോളെ എന്ന് ചോദിച്ചതും അമൃതടുത്തി പറഞ്ഞു, ഇല്ലമ്മേ, ചൂടുണ്ട്, ഞാനേ ശ്യാമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ, വേഗം കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വസന്തരാമ വേഗം അത് ഒരു പ്ലേറ്റിലേക്ക് പകർന്നെടുത്തു. വസന്തരാമ അതുമായി പോകുന്നത് കണ്ട് അമൃതയെടുത്തി ആകെ സംശയത്തോടെ തന്നെ നോക്കി നിന്നു. ഐശ്വര്യ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന ആശങ്കയായിരുന്നു അമൃതയെടുത്തിന് മനസ്സിലാകെ. വസന്തരാമ അതുമായി കിച്ചണിൽ നിന്ന് പോകുന്നത് മാറി നിന്ന് ഐശ്വര്യ ശ്രദ്ധിച്ചു. ഐശ്വര്യ കാഴ്ച കണ്ടതോടെ, എനിക്ക് സന്തോഷമായി, എന്തായാലും അവർ തന്നെ അവൾക്കത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ഐശ്വര്യ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും, നീ നല്ല ആസ്വദിച്ച് കഴിച്ചോടി, ഇതോടെ നിന്റെ കുഞ്ഞിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക് എന്ന് ഐശ്വര്യ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വസുന്ധര ആ ഓട്സുമായിട്ട് ശ്യാമയ്ക്കരികിലേക്ക് എത്തി. ദാ മോളെ, മോള് കഴിച്ചോ, ചൂടോടെ കഴിക്ക് എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു, ശരി, ഞാൻ കഴിക്കാമേ എന്ന് പറഞ്ഞ് ശ്യാമ അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആദിത്യനും അമൃതയെടുത്തിയും എത്തി. ഉടനെ ശ്യാമ ചോദിച്ചു, അല്ലമ്മേ, ഞാനിപ്പോ ഇത് ഓട്സ് ഒക്കെ കഴിച്ചിട്ട് പോയാലേ യാത്ര ചെയ്യുന്നതിനിടയിൽ വൊമിറ്റ് ചെയ്യുമോ എന്നാണ് എന്റെ പേടി എന്ന് ശ്യാമ പറഞ്ഞതും വസുന്ധരാമ പറഞ്ഞു, ഓട്സ് അല്ലേ, അതൊരിക്കലും വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കില്ല, എനിക്ക് ഉറപ്പാ, മോള് ധൈര്യമായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പഴയതുപോലെയല്ല, റെക്കോർഡിങ് 2 പാട്ടില്ലേ, റിഹേഴ്സലും പിന്നെ റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് സമയം ഒത്തിരി വൈകും. അതെ, വയറ്റില് ഒരാൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട, പഴയതുപോലെ പട്ടിണി ഇരിക്കാനൊന്നും നോക്കണ്ട, ഇപ്പൊ ഒരാൾ കൂടി വയറ്റിലുണ്ട്, മനസ്സിലായോ എന്ന് വസുന്ധര ശ്യാമയെ ഓർമ്മിപ്പിച്ചു. അത് കേട്ട് ശ്യാമ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ആദിത്യനും അമൃതയും ശ്യാമയോട് വസന്തരാമ കാണിക്കുന്ന സ്നേഹം കണ്ട് അങ്ങനെ അതിശയത്തോടെ നോക്കി. ഉടനെ ഐശ്വര്യ അമൃതയോട് വേഗം ആദിത്യൻ ചോദിച്ചു, അല്ല, ഈ കാണുന്നത് നമ്മുടെ അമ്മ തന്നെയാണോ എന്ന് സംശയത്തോടെ ആദിത്യൻ സംസാരിക്കുന്നത് കണ്ട് അമൃതത്തി പറഞ്ഞു, അതെ ആദ്യേട്ടാ, ആ വയറ്റിൽ കിടക്കുന്നത് ആരാണെന്ന് അറിയാവോ, ഈ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകന്റെ കുഞ്ഞാ, അതിന്റെ വ്യത്യാസം അമ്മ കാണിക്കാതിരിക്കോ എന്ന് ചോദിച്ച് അമൃതത്തി അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ ഐശ്വര്യ ആ കാഴ്ച കണ്ട്, നീ കഴിക്ക്, നീ മുഴുവൻ കഴിക്കണം എന്നിങ്ങനെ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമ അത് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. ഈ സമയത്ത് ശ്യാമ കുറച്ച് കഴിച്ചിട്ട് മതിയമ്മ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങിയതും വസുന്ധര പറഞ്ഞു, വേണ്ട, ഇത് മുഴുവൻ കഴിച്ചേ പറ്റൂ, അല്ലാതെ ഞാൻ വിടില്ല, ഞാൻ കോരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് വസന്തരാമ തന്നെ ശ്യാമയെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് അത് വായിൽ വെച്ചു കൊടുത്തുകൊണ്ട് വസന്തരാമ വളരെ സ്നേഹത്തോടെ ശ്യാമയെ ആ ഓട്സ് മുഴുവൻ കഴിപ്പിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ആദിത്യനും അമൃത അങ്ങനെ ആസ്വദിച്ചങ്ങനെ നിൽക്കുമ്പോ പിന്നീട് അഖിലും എല്ലാവരും റെക്കോർഡിങ്ങിന് പോകാനായി റെഡിയായി എത്തി. ശ്യാമയെ റെക്കോർഡിങ്ങിനായി പോകുന്നതിന് യാത്ര അയക്കാൻ വസന്തരാമയും ആദിത്യനും അമൃതയെടുത്തിയും ഒക്കെ ഹാളിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് എത്തുന്നു. അവരെല്ലാവരും ശ്യാമയ്ക്ക് യാത്രയയപ്പ് നൽകുമ്പോൾ അവിടെ മാറി നിന്ന് ഐശ്വര്യ ഇതെല്ലാം കണ്ടു. അവളുടെ ഓരോ വളിച്ച കോമഡി കേട്ടിട്ട് ചിരിക്കാൻ ഈ അമ്മയും അമൃതയെടുത്തിയും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് ഐശ്വര്യ. അപ്പോഴേക്കും അമൃതയെടുത്തി ശ്യാമയോട് പറഞ്ഞു, ആ ശ്യാമേ, ഇനി എന്തെങ്കിലും വൊമിറ്റിംഗ് ടെൻഡൻസി വല്ലതും ഉണ്ടാവുകയാണെങ്കിലേ ഞാൻ ബാഗിനകത്ത് മെഡിസിൻ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചോണേ എന്ന് അമൃതയെടുത്തി ഓർമ്മിപ്പിച്ചു. ശരി എടുത്തി എന്ന് ശ്യാമ പറയുമ്പോ വസന്തരാമ പറഞ്ഞു, മോളെ, ഞാൻ ബാഗിനകത്ത് ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, അതേ കഴിക്കാവുള്ളൂ,
വേറെ ഒന്നും കുടിക്കണ്ട കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണമെന്നും ഓർമ്മിപ്പിച്ചു. ശരി അമ്മേ എന്ന് പറയുമ്പോൾ അഖിലിനോട് വസുന്ധരാമ്മ പറഞ്ഞു, മോനെ നീ വലിയ ധൃതിയിലൊന്നും പോകണ്ട, സാവകാശത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്താൽ മതി. പിന്നെ സ്പീഡിലൊന്നും പോവുകയും വേണ്ട, വഴിയിലെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് പതുക്കെ അതുവഴിയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞത്. അഖിൽ പറഞ്ഞു, എനിക്കറിയാമേ, ഞാൻ അങ്ങനെ നോക്കൂ. ആ, നിനക്കറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ, കാരണം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. അമ്മ ശ്യാമയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. രണ്ടുപേരും ആ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ എന്ന് വസുന്ധരാമ്മ ഓർമ്മിപ്പിച്ചു. ശരിയമ്മേ എന്ന് പറഞ്ഞ് ശ്യാമയും അഖിലും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അവരെ ഇരുവരെയും സ്നേഹത്തോടെ യാത്ര അയച്ച് വസുന്ധരാമ നോക്കി നിൽക്കുമ്പോൾ ഏട്ടനോടും യാത്ര പറഞ്ഞ് അഖിലും ശ്യാമയും അമൃതയോടും ആദിത്യനോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. അപ്പോഴേക്കും വസുന്ധരാമ ആദ്യത്തിൽ തന്നെ നോക്കി നിന്ന് അവരെ യാത്ര അയച്ച് കൈവീശി അവരോട് സന്തോഷപൂർവ്വം യാത്ര പറഞ്ഞ് വസുന്ധരാമ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഐശ്വര്യ ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് വേഗം മായയുടെ ഫോണിലേക്ക് വിളിച്ചു. മായ കോൾ എടുത്തതും, എന്താ ഐശ്വര്യ, അവൾ കഴിച്ചോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, ആ മംഗളകർമ്മം വസുന്ധരാമയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചു. അത് കേട്ടതും ആകെ സംശയമായി മായയ്ക്ക്. അതെങ്ങനെ ശരിയാകും? വസുന്ധരാമ ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ലല്ലോ, വസുന്ധര അതിന് തയ്യാറാവില്ലല്ലോ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, അതെ, അവരുണ്ടാക്കി വെച്ച ഓട്സിനകത്ത് ഞാനത് കലർത്തിയത്. അവര് അത് ശ്യാമയെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അവരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, അവരറിയാതെയാണ് ഞാൻ അതിൽ മരുന്ന് കലർത്തിയത്. പക്ഷെ സ്നേഹത്തോടെ സ്നേഹനിധിയായ അമ്മായിയമ്മ കൊടുത്ത ഭക്ഷണം മുഴുവൻ ശ്യാമ കഴിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്നത്തെ റെക്കോർഡിങ്ങും തീരും, അതോടെ അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യത്തിന് തീരുമാനമാകും എന്ന് ഐശ്വര്യ പറയുമ്പോൾ മായ പറഞ്ഞു, അതെ, ഞാൻ ആ ശ്യാമയെ വസുന്ധരയ്ക്കെതിരായിട്ട് ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്നറിയാമോ? ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി തന്നെയായിരുന്നു, വസുന്ധരയുടെ കുടുംബം ഇല്ലാതാക്കാനായിട്ട്. എന്നാൽ അവൾ എനിക്കെതിരെ തിരിഞ്ഞു. അവൾ അവിടെ വന്നതിന് ശേഷം അവൾ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നമ്പർ 1 ശത്രുവായി മാറിയിരിക്കുകയാണ് ശ്യാമ ഇപ്പോൾ. അതുകൊണ്ട് അവൾ ഒരു കാരണവശാലും സന്തോഷിക്കാൻ പാടില്ല. അവളുടെ പതനം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്നത്തോടെ അവൾ ആഗ്രഹിച്ചതെല്ലാം തകിടം മറിയണം എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, ഇന്ന് നമുക്ക് സന്തോഷമുള്ള വാർത്ത കിട്ടും മായ സമാധാനത്തോടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ചു. അപ്പോഴേക്കും മായ ആലോചിച്ചു, അതെ, അങ്ങനെ തന്നെ വേണം. അതിനുശേഷം അമ്മയും മകനും മരുമകളും കൂടി വലിയൊരു കലഹം തന്നെ ആ ആനന്ദനിലയത്തിൽ ഉണ്ടാവണം. അത് തന്നെയാണ് എന്റെ ലക്ഷ്യവും എന്ന് മായ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തങ്ങനെ നിന്നു. ഈ സമയത്ത് അഖില് ശ്യാമയും കൂടി കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അഖില് ശ്യാമയോട് പറഞ്ഞു, അതെ, എനിക്ക് അമ്മയുടെ ഈ മാറ്റം ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊരു മാറ്റം അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും നാളും തന്നോട് ദേഷ്യത്തോടെ പെരുമാറിയിരുന്ന അമ്മ തനിക്കിപ്പോ സ്നേഹത്തോടെ ഓട്സ് ഉണ്ടാക്കി തരുന്നു, തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നു, സമയാസമയം ഭക്ഷണം കഴിക്കാൻ തന്നെ നിർബന്ധിക്കുന്നു, ആരോഗ്യകാര്യത്തിൽ ഇപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണോ, അതോ എന്റെ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അഖിൽ അറിയിച്ചു. അതെല്ലാം കേട്ടതും ശ്യാമ പറഞ്ഞു, കണ്ടുപഠിക്കേ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹം എന്ന് അഖിലിനോട് ശ്യാമ പറയുമ്പോൾ അഖില് പറഞ്ഞു, കുറച്ചുനാൾ മുമ്പ് തന്നെ ഈ അമ്മായിയമ്മ മരുമകൾ സ്നേഹം ഞാൻ കണ്ടതല്ലേ, അന്ന് ഈ മരുമകളുടെ കണ്ണീരൊപ്പാനെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതും ശ്യാമ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നതും അഖിൽ പറഞ്ഞു, അല്ല, ഇപ്പോഴും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയാത്ത അമ്മയുടെ മാറ്റമാണ്. ഇത്രത്തോളം അമ്മയ്ക്ക് എങ്ങനെ മാറ്റം സംഭവിച്ചു എന്നാണ് ഞാൻ അതിശയപ്പെടുന്നത്. അത് മാത്രമല്ല, അമ്മയിലുണ്ടായ ഈ മാറ്റം അത് ആത്മാർത്ഥമായി തന്നെയാണ് താനും, അതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് അഖിൽ പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അഖിൽ സാർ, അതിനുള്ള കാരണം എന്താണെന്നറിയോ? ഈ വീട്ടിലുള്ള അഖിൽ സാറിന്റെ കുഞ്ഞ് അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഖിൽ സാറിന്റെ കുഞ്ഞിനെയാണ് എന്റെ വയറ്റിലുള്ളത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നോട് എത്ര സ്നേഹം എന്ന് ശ്യാമ അഖിലിനോട് അറിയിച്ചു. അത് കേട്ടതും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് സർ എന്ന് ശ്യാമ അഖിലിനോട് പറയുമ്പോൾ അഖിൽ പറഞ്ഞു, ശരിയാ, നമ്മുടെ കുഞ്ഞു വരുന്നതോടെ, ഈ ഉണ്ണിക്കണ്ണം വരുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് പറഞ്ഞപ്പോ അഖില് അതിനെ ശരിവെച്ചു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ പോകുന്ന സമയത്ത് ശ്രീകുട്ടിക്ക് പെട്ടെന്ന് വയ്യായ്ക ഉണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അശ്വതി കുഞ്ഞുമായി എത്തുന്നു. ശ്രീകുട്ടിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അശ്വതിയോട് പറഞ്ഞു, അതെ, പുറമെ പ്രശ്നമൊന്നുമില്ല, ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ചോളൂ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോൾക്ക് ഇപ്പോ മാനസികമായി വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്. മോളുടെ മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട്. അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. മോള് എന്നോട് അത് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതും അശ്വതി പറഞ്ഞു, മോൾക്ക് ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് അങ്ങ് പനി കൂടുകയായിരുന്നു. പനി വെറുമൊരു ലക്ഷണം മാത്രമാണ്. മോളുടെ മനസ്സിന്റെ സങ്കടമാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്.
ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ അരുണങ്കിളിന്റെ കാര്യം. അങ്കിള് എന്നെ ഇപ്പൊ കാണാൻ വരാറേ ഇല്ല. ഒത്തിരി ദിവസമായി അങ്കിള് വന്നിട്ട്. അങ്കിളിനെ കാണാത്തത് കൊണ്ടാണ് എനിക്കൊക്കെ സങ്കടം എന്ന് ശ്രീകുട്ടി അറിയിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു, കണ്ടോ മോളുടെ മനസ്സിലുള്ള സങ്കടം അത് തന്നെയാണ്. അതുകൊണ്ടാണ് മോൾക്ക് പെട്ടെന്ന് പനി ഉണ്ടായത്. അല്ല, ഈ അരുൺ എന്ന് പറഞ്ഞ ആൾ ആരാണ്? അശ്വതിയുടെ ആരാ ഈ അരുൺ എന്ന് ചോദിച്ചതും അശ്വതി ആകെ വിഷമത്തോടെ നിന്നു. ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, അതെ ഡോക്ടർ, അമ്മയോട് ഞാൻ പറഞ്ഞതാ അങ്കിളിനെ വിളിക്കണമെന്ന്. അമ്മ സമ്മതിക്കുന്നില്ല. ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അമൃതാന്റിയും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടതിന് ശേഷം ഡോക്ടർ അശ്വതിയെ നോക്കി. അപ്പോഴേക്കും ഈ അരുണങ്കിൾ എന്ന് പറയുന്ന ആളെ കുറിച്ച് എന്നോട് വാതോരാതെ ശ്രീകുട്ടി സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുകയല്ല, എങ്കിലും അയാളെ കഴിവതും മോൾക്ക് കാണാനുള്ള അവസരം ഒരുക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന് ഡോക്ടർ അശ്വതിയോട് അറിയിച്ചു. അത് കേട്ടതും ശ്രീകുട്ടി പറഞ്ഞു, ഡോക്ടർ അമ്മയോട് പറ, അരുണങ്ങളിനെ വിളിക്കാൻ അമ്മയോട് പറ. അമ്മ ഇപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞില്ലേ, അമ്മ അരുണങ്ങളിനെ വിളിക്കമ്മേ എന്ന് ശ്രീകുട്ടി അറിയിച്ചു. അത് കേട്ടതും അശ്വതി പറഞ്ഞു, ശ്രീകുട്ടി അടങ്ങിയിരിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അശ്വതി താക്കീത് ചെയ്യുമ്പോൾ ശ്രീകുട്ടി പറഞ്ഞു, അരുണങ്ങളിനെ എനിക്ക് വലിയ ഇഷ്ടമാ. എന്താണെന്നറിയത്തില്ല, എനിക്ക് എന്റെ അച്ഛനോടൊന്ന പോലുള്ള സ്നേഹമാ അരുണങ്ങളിനോട് എന്ന് പറഞ്ഞതും അശ്വതി ആകെ വിഷമത്തിലായി. ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലുണ്ടാവണം കേട്ടോ അശ്വതി എന്ന് അശ്വതിയെ ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും ഡോക്ടറോട് അശ്വതി പറഞ്ഞു, ശരി, താങ്ക് യു ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും വിളിച്ചുകൊണ്ട് അശ്വതി അവിടെ നിന്ന് ഇറങ്ങുന്നു. അശ്വതി അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ശ്യാമയും അഖിലും കൃത്യമായി ആ സ്റ്റുഡിയോയിലേക്ക് വന്നെത്തി. അവരെ സ്വീകരിക്കാനായി പ്രൊഡ്യൂസറും ഒപ്പം അദ്ദേഹത്തിന്റെ മാനേജറും അവിടെ കാത്തിരുന്നു. അവർ രണ്ടുപേരും കൂടി വേഗം തന്നെ ശ്യാമ വന്നതോടെ വലിയ സന്തോഷത്തോടെ റെക്കോർഡിങ്ങിന് എന്നാൽ കയറാവല്ലേ എന്ന് പറഞ്ഞ് ശ്യാമയോട് അവിടേക്ക് വരാൻ അറിയിച്ചു. ശ്യാമ റെക്കോർഡിങ്ങിന് പോകാനായി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയ്ക്ക് ഒരു തലചുറ്റൽ പോലെ തോന്നുന്നു. എന്തു പറ്റി എന്ന് അഖിൽ ചോദിച്ച് ശ്യാമയെ താങ്ങി നിർത്തി. പെട്ടെന്ന് ഒരു തലചുറ്റൽ പോലെ എന്ന് പറഞ്ഞു, അതെ നിങ്ങളെന്നാ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് അവരോട് പൊയ്ക്കൊള്ളാനായി അഖിൽ അറിയിച്ചു. ശ്യാമയെ ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ടേ അഖിൽ അപ്പുറത്ത് മാറ്റിയിരുത്തണം. ശ്യാമ അവിടെ ഇരിക്കുമ്പോഴേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഖിൽ ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്യാമ, ഹോസ്റ്റലിൽ മറ്റോ പോണോ എന്ന് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു, ഇല്ല സാർ, നമ്മള് കാറിൽ എത്ര ദൂരം യാത്ര ചെയ്തതിനു ശേഷം പെട്ടെന്ന് സ്റ്റെയർ കയറി വന്നില്ലേ, അതിന്റെ ആയിരിക്കും. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോകാം, അവരൊക്കെ വെയിറ്റ് ചെയ്യല്ലേ എന്ന് അഖിലിനോട് ശ്യാമ അറിയിച്ചു. താൻ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് വീണ്ടും അഖിൽ ശ്യാമയോട് അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ല സാർ എന്ന് ശ്യാമ പറയുമ്പോൾ അവസാനം അഖിൽ ശ്യാമയും കൂട്ടി ആ സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് അവിടെ ശ്യാമയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാനായി ശ്യാമയും അഖിലിനെ പിന്തുടർന്ന് അവിടേക്ക് ഐശ്വര്യ എത്തി. സ്റ്റുഡിയോയിൽ വന്ന് ഐശ്വര്യ ശ്യാമയെ അവിടെ പാടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശ്യാമ പ്രൊഡ്യൂസർ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ പാട്ട് ഭംഗിയായി തന്നെ പാടി റിഹേഴ്സൽ നടത്തി. അത് കേട്ട ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു, കൊള്ളാം, ഒരു പാട്ട് നമ്മൾക്ക് ഗംഭീരമാക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത പാട്ട് കൂടി നോക്കാം ശ്യാമ എന്ന് പറഞ്ഞു. എന്താ സർ, നോക്കാം എന്ന് ശ്യാമ അറിയിച്ചു. അങ്ങനെ ശ്യാമ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ശ്യാമയ്ക്കൊന്നും സംഭവിക്കാത്തതിന്റെ നിരാശയിൽ ഐശ്വര്യ കലിയോടെ നിൽക്കുന്നു.